സ്കിൻ ടൈപ്പ് മാത്രം മനസ്സിലാക്കിയാൽ പോരാട്ടോ. നമുക്കൊരു അട്രാക്റ്റീവ് ലുക്കൊക്കെ കിട്ടണമെങ്കിൽ നമ്മുടെ സ്കിന്നിന്റെ അണ്ടർടോണും കൂടെ മനസ്സിലാക്കാം. എന്നാൽ മാത്രമേ നമുക്കൊരു നല്ലൊരു ലുക്കിൽ നമുക്ക് എന്താ പറയുക പുറത്തേക്കൊക്കെ പോകാൻ പറ്റുള്ളൂ. നമ്മുടെ അണ്ടർടോൺ മനസ്സിലാക്കിയാൽ മാത്രമേ നമുക്ക് ഏതൊക്കെ കളേഴ്സാണ് സ്യൂട്ടബിൾ ആയിരിക്കുക എന്ന് മനസ്സിലാവുള്ളൂ. അപ്പോൾ ആ കളേഴ്സിനനുസരിച്ചുള്ള ഔട്ട്ഫിറ്റ്സ് നമ്മൾ യൂസ് ചെയ്യുമ്പോൾ നമുക്ക് നല്ലൊരു ലുക്ക് കിട്ടും. അപ്പം നമുക്ക് എങ്ങനെയാണ് അണ്ടർടോൺ മനസ്സിലാക്കാൻ പറ്റാമെന്ന് നോക്കാം. ഈസി മെത്തേഡാണ്. ഞാൻ എൻ്റെ ചാനലിൽ എല്ലാം നിങ്ങൾക്ക് സാധാരണക്കാരായ കുട്ടികൾക്കൊക്കെ ഈസി ആയിട്ട് മനസ്സിലാക്കാൻ പറ്റുന്ന രീതിക്കുള്ള വീഡിയോസാണ് ചെയ്യുന്നത്. വലിയ ഹെവി ഡെഫിനിഷനൊന്നും ഒരു വീഡിയോസിലും കൊടുത്തിട്ടില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വീഡിയോസൊക്കെ യൂസ്ഫുൾ ആയിരിക്കും എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ സ്കിന്നിൻ്റെ അണ്ടർടോൺ മനസ്സിലാക്കാമെന്നും കൂടെ നോക്കാം. സിമ്പിൾ ട്രിക്കാണ്. നിങ്ങളുടെ കൈ ഇങ്ങനെ നിവർത്തി പിടിക്കാം. അപ്പോൾ നമ്മുടെ കയ്യിൽ ഇങ്ങനെ വെയിൻസ് ഉണ്ടല്ലോ, ഈ വെയിൻസിൻ്റെ കളർ മനസ്സിലാക്കിയിട്ടാണ് ആദ്യം നമ്മൾ മനസ്സിലാക്കുക എങ്ങനെയാണ് നമ്മുടെ അണ്ടർടോൺ ഏതാണെന്നുള്ളത്. അപ്പോൾ നിങ്ങളുടെ വെയിൻസ് ഗ്രീൻ കളറിലാണ് കാണുന്നതെങ്കിൽ നിങ്ങൾക്കൊരു വാം അണ്ടർടോണാണ്. വാം അണ്ടർടോണിൽ ഏതൊക്കെ കളേഴ്സ് യൂസ് ചെയ്യാമെന്ന് നോക്കാം. ഈ മേളിൽ കൊടുത്തിട്ടുള്ള കളേഴ്സൊക്കെ നിങ്ങൾ വാം അണ്ടർടോൺ ആണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും സ്യൂട്ടബിൾ ആയിരിക്കും. നിങ്ങൾ അതിനനുസരിച്ചുള്ള ഔട്ട്ഫിറ്റ്സ് വാങ്ങി നോക്കൂ. പിന്നെന്ന് പറഞ്ഞാൽ വാം അണ്ടർടോൺ ഉള്ളവരുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒരു യെല്ലോയിഷ് ആയിരിക്കും നമ്മുടെ സ്കിന്ന്. യെല്ലോയിഷ് അല്ലെങ്കിൽ ഒരു ഗോൾഡ് കളറായിരിക്കും. അതുപോലെ പെട്ടെന്ന് നമുക്ക് സൺടാണൊക്കെ പെട്ടെന്ന് നമ്മളെ വന്ന് കടന്നാക്രമിക്കും. അങ്ങനെയുള്ളതും വാം അണ്ടർടോൺ.